ഹായ്, ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു പിസ്സ ആയാലോ? അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് പിസ്സയ്ക്ക് മാവ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 20 മിനിറ്റ് അടച്ചു വെക്കാം റെസ്റ്റ് ചെയ്യാൻ. നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. ഇനി ഒരു 500 ഗ്രാം മൈദയാണ് ഇത്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇനിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാവ് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാവേ. നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ച ശേഷം കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ എന്തെങ്കിലും ഒരു ഓയിൽ ഇതിൻ്റെ മേലോടി ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാനൊരു 1.5 മണിക്കൂറാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. നമ്മൾ പിസ്സ റെഡിയാക്കുന്നത് ചിക്കൻ കൊണ്ടാണ്. അപ്പോൾ അതിലേക്ക് ചിക്കന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാം. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത്, 1 ടീസ്പൂണ് സോയാ സോസ്, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, പാകത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ തൈര്, ഇച്ചിരി നാരങ്ങ നീര്, 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ. മസാലയെല്ലാം കൂടി ആദ്യം നമുക്കിതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 200 ഗ്രാം ചിക്കൻ കട്ട് ചെയ്താണ് ചെറിയ പീസാക്കിയത്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം ഒരു 20 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ. നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഞെരിയണ്ട, ചെറുതായിട്ടൊന്ന് ഞെരിഞ്ഞ് നന്നായിട്ട് വേവുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ. ഇനി ഒന്ന് അടച്ച് വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണേ. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു 1.5 മണിക്കൂറായില്ല, അതിന് മുമ്പ് തന്നെ നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. ഈ മാവ് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യാം. ഇത് 2 പിസ്സയ്ക്കാണ്. ഒരു പാനിലേക്ക് ഒരല്പം ബട്ടർ തടവിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവെടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ നല്ല കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. നമ്മുടെ പിസ്സ ഒരു സൈഡ് ചെറുതായിട്ടൊന്നാകുമ്പോൾ നമ്മളിതുപോലെ ഒന്ന് തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് ഒരു മുള്ളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പപ്പടക്കോലോ കൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കണം. ഇനി കുറച്ച് പിസ്സ സോസ് ഇതുപോലെ മേലോടി ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇനി കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. മേലോടി നന്നായിട്ട് നിരത്തി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ടൊമാറ്റോ സോസ് തേച്ച് കൊടുക്കാം. ഇനി ഇത് ചുവന്ന ക്യാപ്സിക്കമാണ് കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത്. ഞാൻ 2 തരം ക്യാപ്സിക്കമാണ് ഇടുന്നത്, മഞ്ഞ കളറും ചുവപ്പ് കളറും. ഇത് രണ്ടും കൂടെ ഇതിൻ്റെ മേലോടെ ഇട്ട് കൊടുക്കാം. സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടി ഇതുപോലെ മേലോടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 10 തൊട്ട് 15 മിനിറ്റ് വരെ വേവിക്കണം. അടച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ. നമ്മുടെ പിസ്സ ഇവിടെ ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്റ്റിക്ക് കൊണ്ട് നമ്മളിങ്ങനെ കുത്തി നോക്കണം. അപ്പോൾ ഒട്ടും തന്നെ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം.
നമ്മുടെ പിസ്സ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് എടുത്ത് നിങ്ങളൊന്ന് കഴിച്ച് നോക്കിക്കേ. നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് വെജ് കൊണ്ടോ നോൺ വെജ് കൊണ്ടോ ഒക്കെ പിസ്സ തയ്യാറാക്കാൻ പറ്റും. നമ്മുടെ ആവശ്യം പോലെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ കഴിക്കുകയും ചെയ്യാം. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഈ ചുമന്ന മുളക് നമ്മൾ ചതച്ച് വെച്ചോണ്ടല്ലോ അത് ലേശം ഇങ്ങനെ ഇട്ട് കഴിക്കുന്നത് നല്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ മുഴുവൻ ഇടാത്തത്. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.